പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ ആനുകൂല്യ വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പുകൾ എത്തിച്ചേർന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ജൂൺ മാസം മുതൽ ഏത് രീതിയിലാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പുതിയ സർക്കാർ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ മെയ് മാസം വരെയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെയും വിതരണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ പഴയ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ 2000 രൂപ വീതമാണ് സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഏപ്രിൽ മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുക എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ 1000 രൂപ വീതവും ബാങ്കുകളിൽ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അറിയിപ്പുകൾ എത്തിച്ചേർന്നു. സർക്കാർ വാഗ്ദാനം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം തന്നെയാണ്. സംസ്ഥാനത്ത് 2026 ഏപ്രിൽ മാസം വരെയുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യ വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ മാറ്റങ്ങളോടുകൂടി ഇനി വരാൻ പോകുന്നത് മെയ് മാസത്തിലെ പുതിയ സർക്കാരിന്റെ ആദ്യത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതാണ് UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. സാധാരണയായി എല്ലാ മാസങ്ങളിലും 20-ാം തീയതിയോടുകൂടി സേവന സൈറ്റ് പെൻഷൻ വിതരണത്തിനായി ക്ലോസ് ചെയ്യുകയും വിതരണ നടപടികൾ ആരംഭിക്കുകയും ഏകദേശം 25-ാം തീയതിയോടുകൂടി പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുകയും ചെയ്യാറാണ് പതിവ്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ എത്തുന്നതോടുകൂടി പെൻഷൻ വിതരണത്തിൽ ഉൾപ്പെടെ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുകൾ ഉള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ കൃത്യമായി നൽകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾ NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള വിതരണവും ആരംഭിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ച വിതരണം ആരംഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഗുണഭോക്താക്കൾ ആശങ്കപ്പെടുന്നത്. LDF സർക്കാർ ആരംഭിച്ചിരുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ പുതിയ UDF സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുമോ എന്നുള്ളത് ഈ മാസം തന്നെ അറിയാൻ സാധിക്കും. എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്ന പെൻഷൻകാർക്ക് തുല്യമായി 3000 രൂപ വീതം അടിസ്ഥാന പെൻഷൻ നിശ്ചയിക്കും എന്നുള്ളത് നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പുറമെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ശ്രുതി തരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കും. പെൻഷൻ അവകാശമാക്കും, ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കും എന്നതെല്ലാമാണ് വാഗ്ദാനങ്ങൾ. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി. സംസ്ഥാനമെമ്പാടും ഇന്ദിരാ ക്യാൻറ്റീനുകൾ, അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കാൻ നടപടി, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന മുതിർന്നവർക്കായി പ്രത്യേക പദ്ധതികൾ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. മുതിർന്നവർക്കായി അടഞ്ഞുകിടക്കുന്ന വീടുകൾ, കാടുപിടിച്ച വസ്തുവകകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള പ്രത്യേക നടപടികൾക്ക് രൂപം നൽകും. യുവാക്കൾക്ക് വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി യുവശക്തി നാടിൻ സമ്പത്ത് എന്ന പദ്ധതി വിഹിതത്തിന്റെ 5% നീക്കിവെക്കും. യുവാക്കൾക്ക് കുടുംബശ്രീ മോഡൽ യുവശ്രീ സംഘങ്ങൾ ആരംഭിക്കാൻ നടപടിയെടുക്കും. വയോജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ അംഗീകൃത പഞ്ചായത്ത് വളണ്ടിയർമാരെ നിയമിക്കാൻ നടപടികൾ സ്വീകരിക്കും. വയോജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സഹായം നൽകും. ഭിന്നശേഷിക്കാർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ 25% കൂടുതൽ നൽകണം എന്ന
2016 അവകാശ നിയമത്തിലെ വ്യവസ്ഥ നടപ്പിലാക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, PSC സംവരണം, പാർപ്പിട പദ്ധതി അടക്കമുള്ള പ്രത്യേക വികസന പാക്കേജ് നടപ്പിലാക്കുമെന്നും വാഗ്ദാനമുണ്ട്. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും തമിഴ്, കന്നഡ അടക്കമുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും UDF ഉറപ്പു നൽകുന്നുണ്ട്. നിർധനരായ രോഗികൾക്ക് സഹായമെത്തിക്കാൻ UDF കാലഘട്ടത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതി, ശ്രുതതരംഗം, സ്നേഹപൂർവം, സ്നേഹസ്പർശം, താലോലം, ക്യാൻസർ സുരക്ഷ, സ്നേഹസാന്ത്വനം, പകൽ വീട്, വയോമിത്രം, ആശ്വാസകിരണം, സുഹൃതമടക്കമുള്ള പദ്ധതികൾ പുനരാരംഭിക്കും. ഇവ സംയോജിപ്പിച്ച് ഉമ്മൻചാണ്ടി കാരുണ്യ പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുമെന്നും UDF പറയുന്നു. ആശാവർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപയാക്കുമെന്നും വാഗ്ദാനമുണ്ട്. എന്നാൽ നിലവിലിപ്പോൾ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന വാഗ്ദാനം നടപ്പാക്കിയാൽ പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ്. വർഷം 23,000 കോടിയോളം രൂപ ഖജനാവിന് ബാധ്യത വരും. ക്ഷേമ പെൻഷന് നിലവിൽ വേണ്ടിവരുന്ന തുകയേക്കാൾ 7,440 കോടി രൂപ അധികമായി വേണ്ടിവരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് ഇത് താങ്ങാനാകുമോ എന്നതാണ് ചോദ്യം. UDF ജനങ്ങൾക്ക് മുൻപാകെ വെച്ച 5 ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും എന്നത്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. പ്രതിമാസം 1240 കോടി, വർഷത്തിൽ 14,480 കോടി രൂപയാണ് സർക്കാർ പെൻഷനായി നൽകുന്നത്. പെൻഷൻ തുക 3000 ഉയരുമ്പോൾ പ്രതിമാസം 1860 കോടി രൂപയാണ് ഖജനാവിന് ബാധ്യതയായി വരിക. നിലവിൽ വേണ്ടതിനേക്കാൾ 620 കോടി രൂപ അധികം. ഒരു വർഷം വേണ്ടിവരിക 22,320 കോടി രൂപ. നിലവിൽ വേണ്ടതിനേക്കാൾ 7,440 കോടി രൂപ അധികം. ഇത്രയും ഭീമമായ ബാധ്യത ഏറ്റെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് അസാധ്യമാണ്. നികുതി പിരിവ് കാര്യക്ഷമമാക്കിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങിയെടുത്തും വരുമാനം വർദ്ധിപ്പിച്ച് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. പ്രവാസി ക്ഷേമ പെൻഷൻ നടപടിക്രമങ്ങളിൽ ഇളവ് അനുവദിച്ച് പ്രവാസി ക്ഷേമ ബോർഡ്. പ്രവാസി പെൻഷന് വേണ്ടിയുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി നീട്ടി നൽകുക, നിലവിൽ ഇവിടെ നിന്നും പോസ്റ്റൽ സർവീസ് അവൈലബിൾ അല്ലാത്തതിനാൽ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരം നൽകുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ 2 വിഷയങ്ങളിലും അനുകൂലമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ എംബസിയിൽ നിന്നും ലഭിക്കുന്ന ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ അസൽ സ്കാൻ ചെയ്ത് അംഗത്വ നമ്പർ, ആധാർ കാർഡ് എന്നിവ സഹിതം വ്യക്തിഗത ഇമെയിലിൽ നിന്നും അയക്കാവുന്നതാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതിൽ സ്റ്റോപ്പ് മെമ്മോ സർക്കാരിൽ നിന്ന് നൽകിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. ഈ അവസരം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിച്ചു. ശമ്പള വർധനയും കുടിശ്ശികയും ആവശ്യപ്പെട്ട് RTC ജീവനക്കാർ. 38 മാസത്തെ ശമ്പള കുടിശ്ശികയും 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള പുതിയ ശമ്പള പരിഷ്കരണവും ആവശ്യപ്പെട്ട് RTC ജീവനക്കാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ലീഗാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. RTC ജീവനക്കാരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഗണത്തിൽ പെടുത്തുമെന്നും 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ച് ശമ്പള വർധന നൽകുമെന്നും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള വ്യക്തമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടാതെ നിലവിലുള്ള വേതന പരിഷ്കരണ സമ്പ്രദായം അപര്യാപ്തവും നിരാശാജനകവുമാണ്. ദൈനംദിന ചിലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവുകൾ, മറ്റു ആവശ്യങ്ങൾ എന്നിവ നിറവേറ്റുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുന്നുവെന്നും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 2024 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിൽ 7ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന് തുല്യമായ ശമ്പളം നടപ്പാക്കുക, 2020 ജനുവരി 1 മുതലുള്ള 38 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഉടനീളം തിരഞ്ഞെടുപ്പുകൾ ഉടൻ നടത്തുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. 6 യൂണിയനുകൾ ഉൾപ്പെടുന്നതാണ് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത ആക്ഷൻ കമ്മിറ്റി. കുടിശ്ശിക, ശമ്പള വർധന എന്നിവയ്ക്കെതിരെ മെയ് 20 മുതൽ അനിശ്ചിതകാല ബസ് പണിമുടക്ക് നടത്തുമെന്ന് ജീവനക്കാർ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്തയിൽ 2% വർധനവ് വരുത്താൻ അനുമതി.
2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന. പെൻഷൻകാർക്കും ഇത് ബാധകമാണെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. അടിസ്ഥാന ശമ്പളത്തിന്റെ 58% നിലവിൽ ക്ഷാമബത്ത. ഇത് 60 വർദ്ധിപ്പിക്കുക. 50.5 ലക്ഷം ജീവനക്കാർക്കും 68.3 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കും. ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുന്നതിൽ ഖജനാവിൽ വർഷം 6,791 കോടിയുടെ അധിക ബാധ്യതയുണ്ടാകും. 2025 ഒക്ടോബറിലാണ് നേരത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയിൽ വർധന വരുത്തിയത്. അന്ന് 55-ൽ നിന്ന് 58 വർദ്ധിപ്പിച്ചു. ജനുവരിയിലും ജൂലൈ മാസത്തിലുമായി 2 തവണയാണ് വർഷത്തിൽ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നത്. ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണപ്പെരുപ്പ ആഘാതം പരിഹരിക്കുന്നതിനും വിലവർധനവിനെ നേരിടാൻ സഹായിക്കുന്നതിനുമാണ് ജീവനക്കാർക്ക് സർക്കാർ ക്ഷാമബത്ത നൽകുന്നത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കി വർഷത്തിൽ 2 തവണയാണ് സാധാരണയായി DA പരിഷ്കരിക്കാറ്. എന്നാൽ ഇത്തവണ DA പരിഷ്കരണം വൈകിയിരുന്നു. കേന്ദ്ര ജീവനക്കാർക്കുള്ള DA അവസാനമായി പരിഷ്കരിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. 55% നിന്ന് 58% ഉയർത്തിയത്. 2025 ജൂലൈ 1 മുതൽ ഇതിന് പ്രാബല്യം നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു. പദ്ധതി തുടങ്ങിയ ഫെബ്രുവരിയിൽ 10.5 ലക്ഷം അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 18.18 ലക്ഷവും. ഇതോടെ പെൻഷൻ വിതരണത്തിന് പ്രതിമാസം സർക്കാർ നീക്കിവെക്കേണ്ടത് 181 കോടിയിലേറെ രൂപ. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാമെന്നതിനാൽ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. അപേക്ഷകർ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷകർ അംഗീകരിക്കുന്ന മുറക്ക് സർക്കാർ പെൻഷൻ അനുവദിക്കുന്നതാണ് രീതി. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹത. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താൽ പെൻഷൻ കിട്ടില്ല. റേഷൻ കാർഡ് മാറിയാലും പെൻഷൻ കിട്ടില്ല. അനർഹമായി പെൻഷൻ വാങ്ങിയാൽ 18% പലിശ സഹിതം തുക തിരികെ ഈടാക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പ്രതിമാസം 1050 കോടി രൂപ സർക്കാർ ഇപ്പോൾ നീക്കിവെക്കുന്നുണ്ട്. കടമെടുത്താണ് മിക്ക മാസങ്ങളിലും ഇത് നൽകുന്നത്. ഇതിന് പുറമെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് പണം കണ്ടെത്തേണ്ടത്. 2 പെൻഷനും കൂടി നൽകാൻ നിലവിൽ പ്രതിമാസം 1230 കോടിയിലേറെ രൂപ വേണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000-ൽ നിന്ന് 3000 രൂപയായി കൂട്ടുമെന്ന് പ്രകടന പത്രികയിൽ LDFും UDFും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതിനാൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഇരു പെൻഷനുമായി 2000 കോടിയിലേറെ രൂപ മാസം തോറും കണ്ടെത്തേണ്ടി വരും. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ വയ്ക്കേണ്ടത്. ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. കൂടുതൽ അറിയാനും അപേക്ഷകൾ സമർപ്പിക്കാനും അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക. വിധവകൾക്കായി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് വഴി ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. ഈ പദ്ധതി പ്രകാരം പ്രതിമാസം 1000 രൂപയാണ് നൽകുന്നത്. ഇത് ക്ഷേമ പെൻഷന് പുറമെയാണ്. അഭയകിരണം പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അപേക്ഷിക്കുന്ന വ്യക്തി കേരളത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിന് താഴെയായിരിക്കണം. അപേക്ഷിക്കുന്ന വ്യക്തി കുടുംബ പെൻഷനോ സർവീസ് പെൻഷനോ വാങ്ങിക്കുന്നവർ ആയിരിക്കരുത്. കൂടാതെ സാമൂഹിക നീതി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മറ്റ് പദ്ധതികളുടെ ഗുണഭോക്താവ് ആവരുത്. ഓഫ്ലൈനായി അപേക്ഷിക്കേണ്ട വിധം: അടുത്തുള്ള ജില്ലാ സാമൂഹിക നീതി ഓഫീസ് സന്ദർശിച്ച് അപേക്ഷാ ഫോം വാങ്ങുക. ശരിയായി പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട ജില്ലാ സാമൂഹിക നീതി ഓഫീസർമാർക്ക് സമർപ്പിക്കുക. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് മികച്ച ജീവിത സാഹചര്യം ഒരുക്കിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. സ്വന്തമായി വീടില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വിധവകളെ കൂടാതെ അവിവാഹിതർ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ അടക്കമുള്ളവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 8ാം ശമ്പള കമ്മീഷൻ നടപടികൾ വേഗത്തിലാക്കുന്നു. പണപ്പെരുപ്പവും നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും പരിഗണിച്ച് ശമ്പളത്തിലും പെൻഷനിലും ഗണ്യമായ വർധനവാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം പുതുക്കിയ ശമ്പളത്തിന് 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യം ലഭിക്കുമെന്നാണ് സൂചന. അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കുന്നതിലെ നിർണായക ഘടകമായ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 മുതൽ 3.25 വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ജീവനക്കാരുടെ വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും.
ശമ്പള പരിഷ്കരണത്തിന് പുറമെ പെൻഷൻ സംവിധാനം, വിവിധ അലവൻസുകൾ, ക്ഷാമബത്ത എന്നിവയിലും കാലോചിതമായ മാറ്റങ്ങൾ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വികസന ചിലവുകളും മുൻനിർത്തി തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെയും ശമ്പള ഘടനയുമായി താരതമ്യം ചെയ്താകും അന്തിമ രൂപം നൽകുക. നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ നേരിടുന്ന സാങ്കേതികമായ താമസം പരിഗണിച്ച് ജനുവരി മുതലുള്ള കുടിശ്ശിക സഹിതം ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാക്കാനാണ് കേന്ദ്ര നീക്കം. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.